ദാ ഈ കാണുന്ന താറാവ് കൂട്ടിന് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒരു ബൾബാക്കി മാറ്റാൻ പോണത്. അതിനുവേണ്ടി കൂട്ടുകാരെ വിളിച്ച് നേരെ തൊട്ടടുത്തുള്ള കടയിൽ പോയി നമ്മുടെ താറാവിന്റെ ബലൂൺ വരെ വാങ്ങിയിട്ടുണ്ട്. ഇനിയും കുറെ സാധനങ്ങളെല്ലാം വാങ്ങേണ്ട, അതെല്ലാം വാങ്ങിയിട്ട് നേരെ നമ്മുടെ പരീക്ഷണം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. അത് ഈ ഒരു കപ്പിൽ ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം നേരെ നമ്മുടെ താറാവിന്റെ മേലേക്ക് കുറേശ്ശെ എടുത്ത് ഇതേപോലെ വെച്ച് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നേരെ തേച്ചതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ. ഇനി ആ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ താറാവിന്റെ എല്ലാ ഭാഗത്തും ഒരു ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ട് ഇത് അങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കിട്ടിയ പറഞ്ഞിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഉണങ്ങാൻ വെക്കണം. കാരണം ആ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പശയിൽ കുറച്ച് പണിയുണ്ട്. അതിനാദ്യം തന്നെ ഇതേപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം നേരെ നമ്മുടെ പശ പൊട്ടിച്ച് ആ പാത്രത്തേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ച് കുറച്ചങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നല്ലപോലെ ലൂസാക്കി എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഉണക്കാൻ വെച്ച് താറാവിന്റെ മേലേക്ക് ഒന്നുകൂടെ അതേപോലെ തേക്കുക. എന്നിട്ട് അതിന്റെ മേലേക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഒന്നുകൂടെ വെക്കുക, അതേപോലെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഒന്നുകൂടെ അതിന്റെ മേലേക്ക് പശ തേക്കണം, പിന്നെ ഒട്ടിക്കണം. അങ്ങനെ ഏകദേശം ഒരു 4-5 ലെയറോളം ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ട. ഒരു 7-8 മണിക്കൂറോളം ഉണക്കാൻ വെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പണിയിൽ കേട്ടോ. അങ്ങനെ ഒരു 7-8 മണിക്കൂർ നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം നമ്മുടെ താറാവിന്റെ ആ ഒരു അടിയത്തെ ഭാഗത്തില്ലേ ഇതൊരു സ്റ്റിക്കർ കണ്ടില്ലേ, അവിടെ ചെറിയൊരു ഹോൾഡർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹോൾഡർ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ബൾബ് ഒന്ന് ഓണാക്കിയപ്പോൾ കണ്ട നമ്മുടെ താറാവും കൊണ്ട് ഉണ്ടാക്കിയ ബൾബ് നല്ല അടിപൊളി നിന്ന് കത്തുന്നില്ലേ. അപ്പൊ എന്റെ ഒരു കുഞ്ഞു പരീക്ഷ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറയാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയാൻ മറക്കല്ലേട്ടാ.